ഇന്നലെ നമ്മുടെ നിയമസഭയുടെ ആദ്യ ദിവസം ഉണ്ടായ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വിജയം ലീഗിനെ വല്ലാതെ മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. സർ, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ലീഗ് പാർട്ടിക്ക് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. മലപ്പുറത്ത് 3 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷവും പൊന്നാനിയിലെ നിങ്ങളുടെ എല്ലാ പരാജയങ്ങളെയും എല്ലാ പരീക്ഷണങ്ങളെയും അത് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നതാണ്. നിങ്ങളിതിനു മുമ്പ് നടത്തിയ പരീക്ഷണങ്ങളെക്കാൾ ദയനീയമായ പരാജയമായിരിക്കും ഈ പ്രാവശ്യത്തെ പരീക്ഷണത്തിന് പൊന്നാനി ഉണ്ടാകുക എന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ലീഗ് ജയിക്കുകയും ചെയ്തു. ലീഗ് ഉൾപ്പെടുന്ന മുന്നണിക്ക് കേരളത്തിലും അതുപോലെ തന്നെ ചരിത്രത്തിലില്ലാത്ത വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉണ്ടായിട്ടുണ്ട്. സർ, ഈ വിജയങ്ങളൊന്നും ഞങ്ങളെ ആരെയും മത്തുപിടിപ്പിക്കുന്നില്ല എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് ജനാധിപത്യ സംവിധാനമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന രാഷ്ട്രീയത്തിന് കിട്ടുന്ന അംഗീകാരവും അതുപോലെ തന്നെ യോജിപ്പും വിയോജിപ്പും ഒക്കെയാണ് തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമാകുന്നത്. ഇവിടെ ഇന്നത്തെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളെ പ്രതിപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളും കൂടി തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന്. നിങ്ങൾ ആ വിലയിരുത്തലിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നോളൂ. കാരണം ഒരു പാർട്ടി എത്ര മോശമായ ഒരു വിലയിരുത്തലാണ്. ജനം കേരളത്തിലെ ജനങ്ങളെയാണ് നിങ്ങൾ ചെറുതാക്കി കാണുന്നത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണോ കേരളത്തിലെ ജനങ്ങൾ? ആരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു? അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ടി അണികൾ വളരെ കൃത്യമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സർ വോട്ട് കുറഞ്ഞു പോയത്. ഇവിടെ നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ചിന്തിക്കണം. നിങ്ങളുടെ ഇടങ്ങളിലേക്ക് BJP കടന്നു വരികയാണ്. ഞാൻ പറയുന്നു, കൃത്യമായും കേരളത്തിലൊരു ബംഗാൾ മണക്കുന്നുണ്ട്, കേരളത്തിലൊരു ത്രിപുര മണക്കുന്നുണ്ട്. കൃത്യമായി നിങ്ങൾ വിലയിരുത്ത്. നിങ്ങളുടെ ഇടങ്ങളിലേക്ക് BJP കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യമുള്ളത്. സാർ, ഇവിടെ നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ. കാസർഗോഡും പാലക്കാടും ആറ്റിങ്ങലും ആലപ്പുഴയിലും നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു, അവിടെ BJPക്ക് വോട്ട് കൂടി. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ UDF 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു, കുറച്ച് കൂടുതൽ പെർസെൻറ്റേജുമായി. 2-ാം സ്ഥാനത്തിന് നിങ്ങളും BJPയും തമ്മിലാണ് മത്സരം. നിങ്ങളും BJPയും തമ്മിലാണ് മത്സരം. നിങ്ങൾ ആദ്യം ധരിച്ചു വെച്ചത് എന്താ? ഇവിടെ UDFനെയും കോൺഗ്രസ് മുക്ത കേരളം, BJPയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം, എന്നിട്ട് കോൺഗ്രസിനെയും UDFനെയും നിഷ്പ്രഭമാക്കി നിങ്ങളും BJPയും ഉള്ളൊരു കേരളം ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ചു. അതിൽ നിങ്ങൾക്ക് ചില രാഷ്ട്രീയ ലാഭങ്ങളൊക്കെ ഉണ്ട്. കുറച്ചു കാലം ഇത് ന്യൂനപക്ഷങ്ങൾക്ക് 50% പ്രാമുഖ്യമുള്ളൊരു സംസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ BJP പേടിയിൽ കുറച്ചു കാലം നിങ്ങൾക്ക് കേരളത്തിൽ ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ഭരണ തുടർച്ചകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ധരിച്ചു വെച്ചു. പക്ഷെ ഇവിടെ സംഭവിച്ചു അതിപ്പല്ല. നിങ്ങൾക്കാണ് അത് ബൂമറാങ് ആയിട്ട് തിരിച്ചു വരുന്നത്. ഇവിടെ നിങ്ങളാണ് ദുർബലപ്പെട്ടു വരുന്നത്. ഇവിടെ UDF 1-ാം സ്ഥാനത്ത് വരികയും 2-ാം സ്ഥാനത്തിന് വേണ്ടി ഇനിയുള്ള നാളുകളിൽ നിങ്ങളും BJPയും തമ്മിൽ പോരടിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് സർ കേരളം പോകുന്നത്. ഈ മണ്ഡലങ്ങളിലൊക്കെ ആ വോട്ടിന്റെ സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. സർ, ഇവിടെ കൊല്ലത്ത് 57,000 വോട്ട് കഴിഞ്ഞതിനേക്കാൾ നിങ്ങൾക്ക് കുറവുണ്ട്. 2.5 ലക്ഷം വോട്ടിന് നിങ്ങൾ തോറ്റ എറണാകുളത്ത് നിങ്ങൾക്ക് 90,000 വോട്ടിന്റെ കുറവ് നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനുണ്ട്. കോഴിക്കോടും കണ്ണൂരും ആ കുറവുണ്ട്. പോയി സർ, പത്രങ്ങൾ എഴുതിയതുപോലെ പിണറായിലെ പാറപ്പുറത്തും വോട്ട് ചോർന്നിട്ടുണ്ട്.